കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് UDF നേതാവായ VD സതീശൻ അദ്ദേഹത്തിനൊക്കെ അത്യാവശ്യം അറിവും വിവരമൊക്കെ ഉണ്ടെന്നാണ് ഇതുവരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നത്. സത്യത്തിൽ കാര്യത്തോട് അടുക്കുമ്പോഴാണ് ഇവരൊക്കെ അല്പപ്രാണികളും വിവരമില്ലാത്തവരും ഈ വകതിരിവില്ലാത്തവരാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ കൂട്ടത്തിൽ അദ്ദേഹം എപ്പോഴും രാഹുൽ ഗാന്ധിയെ പറ്റി പറയുമ്പോൾ യുവരാജാവ് എന്ന തരത്തിലാണ് അദ്ദേഹം വിശേഷിപ്പിക്കാറുള്ളത്. യുവരാജാവ് വടക്കേ ഇന്ത്യയിൽ നിന്ന് തോൽവി ഭയന്നിട്ട് തെക്കേ ഇന്ത്യയിലേക്ക് വന്ന് മത്സരിക്കുന്ന കാര്യത്തെപ്പറ്റി പരാമർശിക്കാറുണ്ട്. അത് അദ്ദേഹം ഇത്തവണ മാത്രമല്ല 2019 മുതൽ BJPയും അതുമൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇന്നും കോൺഗ്രസ്സിന് അത് യുക്തിഭദ്രമായിട്ട് അതിനെ ഖണ്ഡിക്കാനുള്ളൊരു ഉത്തരം അവരുടെ കയ്യിലില്ല. എന്ത് കാരണം കൊണ്ടാണ് കേരളത്തിൽ വന്ന് മത്സരിക്കേണ്ടി വന്നതിനെപ്പറ്റി ഈ വിമർശിക്കുന്നവരെ നാവടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ ഇതുവരെയും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും സാധിച്ചിട്ടില്ല. കാരണം അമേഠിയിൽ തോക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നതായിരുന്നു BJPയുടെ പ്രധാനപ്പെട്ട ആരോപണം. അത് സത്യമായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാണിച്ചു തന്നു. കാരണം 2019 തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ അമേഠിയിൽ 50,000 വോട്ടിന് മുകളിൽ രാഹുൽ ഗാന്ധി തോറ്റു. അപ്പോൾ BJP ആരോപിച്ചത് സത്യമാണ് എന്ന് വന്നു. ഈ ആരോപണത്തിന് മറുപടിയായിട്ട് ഇപ്പോൾ VD സതീശൻ തിരിച്ച് ചോദിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയോടായിട്ട് ചോദിച്ചിരിക്കുന്നു, ഗുജറാത്തുകാരനായിട്ടുള്ള അദ്ദേഹം എന്തിനാണ് UPയിലെ വാരണാസിയിൽ പോയി മത്സരിച്ചതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പോലും വകതിരിവില്ലേ ഈ VD സതീശൻ എന്ന് തിരിച്ചു ചോദിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം മണ്ഡലത്തിൽ തോക്കുമെന്ന് പേടിച്ചിട്ടല്ല നരേന്ദ്രമോദി വാരണാസിയിൽ പോയത്. സ്വന്തം സ്ഥലത്തും മത്സരിച്ച രണ്ടാമത്തെ മണ്ഡലത്തിലും ഒരേപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് നരേന്ദ്രമോദി. 2014 അദ്ദേഹം അത് കാണിച്ചു വന്നു. രണ്ടിടത്തും മത്സരിച്ചു, വാരണാസിയിലും അതേപോലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള ഗുജറാത്തിലെ വഡോദരയിലും. രണ്ടിടത്തും വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അദ്ദേഹത്തിനറിയാം അദ്ദേഹം രാജിവെച്ചിട്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് പോയാലും ആ രാജിവെച്ച സീറ്റ് തൻ്റെ പാർട്ടിയിലെ ആരെ നിർത്തിയാലും ജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അത് തന്നെ സാധിച്ചു. ഗുജറാത്തിൽ എത്ര സീറ്റുണ്ടോ, 25 സീറ്റുണ്ടെങ്കിൽ 25 സീറ്റും നേടിയിരിക്കുന്നത് BJP ആണ്. അപ്പോൾ ആ ധൈര്യം, ആ ഉറപ്പ്, ആത്മവിശ്വാസം നരേന്ദ്രമോദിക്കുണ്ട്. ഞാൻ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയാലും എൻ്റെ പഴയ മണ്ഡലം എൻ്റെ തന്നെ പാർട്ടിക്കാരൻ ജയിച്ചോളും എന്ന് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ തന്നെ സംഭവിച്ചു. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? UPയിലേക്ക് വന്നു. ആ UPയിലേക്ക് വന്ന് അവിടെ മത്സരിച്ചപ്പോൾ അവിടെ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചത് കൂടാതെ UPയിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും BJP പിടിച്ചെടുത്തു. ആദ്യ തവണ അത് 72 ആയിരുന്നെങ്കിൽ രണ്ടാമത് തവണയും 60-ന് മുകളിൽ സീറ്റുകൾ കിട്ടി. വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പം രാഹുൽ ഗാന്ധി പോയതുപോലെയല്ല, നരേന്ദ്രമോദി പോയപ്പോൾ അതിൻ്റെ ഗുണം കിട്ടി ആ പാർട്ടിക്ക് ഇന്ത്യയിൽ മൊത്തത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹം പോയത്. അല്ലാതെ സ്വന്തം സ്ഥലത്ത് തോൽക്കുമെന്ന് പേടിച്ച് രാഹുൽ ഗാന്ധി ഓടിയ പോലെ അല്ല നരേന്ദ്രമോദി പോയത് എന്ന് ഓർക്കുക. നരേന്ദ്രമോദിക്ക് വടക്കേ ഇന്ത്യയിൽ എവിടെ നിന്നാലും ജയിക്കാവുന്ന വിശ്വാസം അവിടെ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, കേരളത്തിൽ വന്ന് മത്സരിക്കാൻ പറ്റുമെന്ന്. അദ്ദേഹത്തിന് ദക്ഷിണേന്ത്യയിൽ വന്ന് മത്സരിച്ചാൽ ജയിക്കുന്ന സ്ഥലങ്ങൾ കർണാടകയിലും തമിഴ്നാട്ടിലും തെലുങ്കാനയിലും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിന് ചെയ്യാവുന്നതാണ്. തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ പറ്റത്തില്ല. എന്തിന്? തിരുവനന്തപുരം പോലുള്ള മണ്ഡലങ്ങളിൽ കേരളത്തിൽ പോലും നിന്നാൽ അദ്ദേഹം ജയിച്ച് കയറിപ്പോവും. തോൽപ്പിക്കാൻ പറ്റും എന്ന് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ എന്തായിരിക്കും ചെയ്യുക ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ? ഏറ്റവും കൂടുതൽ സീറ്റുള്ള സംസ്ഥാനങ്ങളെ സ്വാധീനിക്കാൻ എങ്ങനെ സാധിക്കും എന്നവർ ശ്രമിച്ചു നോക്കും. അതുതന്നെയാണ് നരേന്ദ്രമോദി ചെയ്തത്. 80 സീറ്റാണ് ഉത്തർപ്രദേശിലുള്ളത്, 25 സീറ്റാണ് ഗുജറാത്തിലുള്ളത്. ഗുജറാത്ത് അദ്ദേഹം ഇല്ലെങ്കിലും ആ 25 സീറ്റും കിട്ടുമെന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. അപ്പോൾ എന്തു ചെയ്യും അവർ? അമിത്ഷായും അല്ലെങ്കിൽ ആ പാർട്ടിയിലുള്ള മറ്റ് ആളുകളും കൂടിയാലോചിച്ചതിന് ശേഷം നരേന്ദ്രമോദി ഉത്തർപ്രദേശിലേക്ക് പോകുന്നു. അവിടെ വാരണാസി തിരഞ്ഞെടുക്കുന്നു. 2014 അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അതിൽ കൂടിയ ഭൂരിപക്ഷത്തിൽ അടുത്ത തവണയും വീണ്ടും ജയിക്കുന്നു. ഇത്തവണയും അദ്ദേഹം അവിടെ മാത്രമാണ് മത്സരിക്കുന്നത്. ആ 2014 മാത്രമാണ് അദ്ദേഹം 2 സ്ഥലത്ത് മത്സരിച്ചത്. ആ തവണ ജയിച്ചതിന് ശേഷം 2019 അദ്ദേഹം വാരണാസിയിലേക്ക് അവിടെ മാത്രമായിട്ടാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലം മറ്റ് പാർട്ടിക്കാർക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുള്ള മറ്റ് പാർട്ടി പ്രവർത്തകന് വിട്ടുകൊടുക്കുന്നു. അവിടെയും അവർ തന്നെ ജയിക്കുന്നു. അപ്പോൾ 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ പോയിട്ട് ബഹുഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചെടുക്കാൻ BJPക്ക് ഈ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥ്യം കൊണ്ട് സാധിച്ചു. ഇവിടെ രാഹുൽ ഗാന്ധി വന്നു നിന്നപ്പോൾ എന്ത് സംഭവിച്ചു? കേരളത്തിൽ UDF നല്ല രീതിയിൽ വോട്ട് പിടിച്ചു, സീറ്റ് പിടിച്ചു. പക്ഷേ കർണാടകയും മറ്റ് സ്ഥലങ്ങളുമൊക്കെ അതാണ് നോക്കേണ്ടത്. എന്നാൽ ഉത്തരേന്ത്യയിലേക്ക് നോക്കുക, അവിടെ വലിയ സംസ്ഥാനങ്ങളായിട്ടുള്ള ഒട്ടുമിക്കയിടത്തും
BJP ഒന്നുകിൽ തൂത്തുവാരുകയോ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം സീറ്റുകൾ കൈയെടുക്കുകയോ ചെയ്തു. അതിനുള്ള കാരണം നരേന്ദ്രമോദി അവിടെ പോയി നിന്നുകൊണ്ടാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ വിവരമില്ലാത്ത, വിവേകമില്ലാത്ത, 5 വയസ്സുകാരൻ്റെ പോലും ബുദ്ധിയില്ലാത്ത ആളാണോ VD സതീശൻ എന്ന് തിരിച്ചു ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ തന്ത്രങ്ങൾ കൊണ്ട് പല ആളുകളും ആ സമയമെടുക്കുമ്പോൾ തന്ത്രങ്ങൾ കൊണ്ട് കളിക്കാറുണ്ട്. അത്തരം തന്ത്രങ്ങൾ കൊണ്ട് കളിച്ച് തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും BJPയൊക്കെ ഇവിടെ എത്തി നിൽക്കുന്നത്. ആ തന്ത്രം മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ എന്തിന് വടക്കേ ഇന്ത്യയിൽ നിന്ന്, അമേഠിയിൽ നിന്ന് തോൽവി ഭയന്ന് രാഹുൽ ഗാന്ധി ഓടി വയനാട്ടിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചുള്ള മറുപടി ഗുജറാത്തിൽ നിന്ന് എന്തിന് ഉത്തർപ്രദേശിലേക്ക് മോദി പോയി എന്നല്ല. മോദി പോയതിന് കാരണവുമുണ്ട്. ആ കാരണം ഇന്ന് ലോകത്തിന് അറിയുകയും ചെയ്യാം. അതല്ല രാഹുൽ ഗാന്ധിയുടെ ഗതി എന്നെങ്കിലും VD സതീശൻ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.